ഗുഡ് മോർണിംഗ്. ചീര മുറിക്കാൻ വന്നേക്കാണ് നമ്മുടെ വാഴപ്പറമ്പിൽ. തന്നെ മുളച്ചതാട്ടോ, നമ്മൾ നട്ടതൊന്നുമല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചീര കൃഷി ചെയ്തായിരുന്നു. പിന്നെ അത് വലുതായി, ഇതിന് കതിരൊക്കെ വെച്ച് തന്നെ കൊഴിഞ്ഞ് അതിൻ്റെ വിത്തുകളുണ്ടായി. പിന്നെ വർഷങ്ങളായിട്ട് നമ്മളെല്ലാ സമയത്തും നന കൊടുത്തു കഴിഞ്ഞാൽ ചീര തന്നെ മുളച്ചു വരും. അപ്പോൾ ചീര അങ്ങനെ അതേ വാഴപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള ചീര മുറിക്കാൻ വന്നേക്ക കാലത്ത് തന്നെ. ഇതാണ് വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല, തന്നെ മുളച്ചുണ്ടാവണം. അത് അരിഞ്ഞു കൊണ്ട് കടയിൽ വിൽക്കുക, വേറെ ചിലവുകളൊന്നുമില്ല. ചീര എന്ന് പറഞ്ഞാൽ പോരാട്ടാ, ഒന്നും നേരെ വീതി കണ്ട നമ്മുടെ കൈ വിടർത്തി വെച്ചാൽ കയ്യിനെ മൂടും, അത്ര പോകുന്ന ഇലകളാണ് ഇതിൻ്റെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് കാരണം ഇപ്രാവശ്യം ആട്ടുംകാഷ്ടമൊക്കെ പൊടിപ്പിച്ചിട്ടാട്ടെ, അതുപോലെ തന്നെ ചാണകപ്പൊടി അങ്ങനത്തെ വളങ്ങളാണ് കൂടുതൽ നമ്മൾ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു കരുത്ത് ചീരമളും കിട്ടും, വാഴമളും കിട്ടും. ചീരയുടെ കരുത്ത് കണ്ട, ചീര മുളച്ചിട്ടുണ്ട്. ഈ വിത്ത് കണ്ട, ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ ചീര നിർത്തും. ഇത് മൂത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക. ഇതിങ്ങനെ കാറ്റത്ത് പറന്ന് ചുറ്റും വീഴും. ഇവിടെ പിന്നെ അടുത്ത വർഷം വീണ്ടും ചീര ധാരാളം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചീര വനം പോലെയായിരുന്നു. നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുല്ലരിഞ്ഞെടുക്കുന്ന മാതിരി ചീര അരിഞ്ഞെടുക്കായിരുന്നു. നമ്മൾ പാറപ്പുറത്ത് വെച്ചിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണാവില്ലേ, താഴ്ത്ത് വെച്ചാൽ നിറച്ച് മണ്ണാവും. മഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കല്ലേ ചീര. അപ്പോൾ പാറമ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷൻ മുറിക്കാം. വളരെ ഇത് ഒരു ചീരയാണത്, ഒരൊറ്റ ചീര. ഇതുമെന്ന് ഒരു 2-3 കെട്ട് ചീര കിട്ടും നമുക്ക്. മുറി ഇവിടെ കഴിഞ്ഞു. നമ്മളിത് നേരെ KMBയിലേക്ക് പോവാണ്. അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചിലവാകട്ടെ. രാവിലെ വന്ന് കാണുമ്പോൾ തന്നെ ആളുകളൊക്കെ വാങ്ങിക്കും. ഇനിയിപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.